ഹായ്, നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിലേക്ക് നെറ്റ് കണക്ഷൻ്റെ ഇൻ്റർനെറ്റിൻ്റെ അതായത് വൈഫൈയുടെ സ്പീഡില്ല അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് കുറവാണ്, സിഗ്നൽ കിട്ടുന്നില്ല, അങ്ങനെ പല കംപ്ലൈൻറ്റുകളും നമ്മൾ കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഹായ്, നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ഇൻ്റർനെറ്റിൻ്റെ വൈഫൈയുടെ സ്പീഡില്ല അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് കുറവ്, നെറ്റിന് റേഞ്ച് കിട്ടുന്നില്ല, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾക്കുള്ള ഒരു പൂർണ്ണമായിട്ട് സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എൻ്റെ പേര് ഷൈജു, ഞാൻ ഇലക്ട്രോണിക്സ് ടെക്നോളജീസ് എന്നാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓഫീസിലേക്ക് വീട്ടിലേക്ക് ഒരു നെറ്റ് കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് പ്രൊവൈഡറെ സമീപിക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഏത് പ്ലാൻ വേണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പ്ലാൻ തീരുമാനിക്കുക? നമുക്കിപ്പോൾ വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ എത്ര യൂസേഴ്സ് ഉണ്ട്, അപ്പോൾ വീട്ടിൽ ആരൊക്കെയാണ് നെറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ഡിവൈസുകളുണ്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിനായിട്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ ഹോം അപ്ലയൻസുകളും വൈഫൈ എനേബിൾഡ് ഹോം അപ്ലയൻസുകളാണ്. ഇപ്പോൾ എയർ കണ്ടീഷണർ അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ, പിന്നെ ക്യാമറാസ്, ഇൻറ്റേർണൽ ക്യാമറാസ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ക്യാമറാസ് ഉണ്ടാവും. പിന്നെ ഗെയിംസ്, നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഗെയിം കളിക്കുന്നുണ്ടാകും, അവർക്ക് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് നെറ്റ് ഉപയോഗിക്കുന്നുണ്ടാവും. അങ്ങനെ എല്ലാ വീട്ടിലും എത്ര യൂസേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഡിവൈസ് ഉണ്ട്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ബാൻഡ് വിഡ്ത്ത് ഏത് ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. ഇപ്പോൾ ഓഫീസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും വ്യത്യസ്തമല്ല. അവിടെ നമുക്ക് എത്ര ഡിവൈസുകളുണ്ട് അവരുടെ വർക്ക് ചെയ്യാനായിട്ട്, എത്ര ഡാറ്റ യൂസേജ് അവർക്ക് വരുന്നുണ്ട്, അപ്ലോഡിങ് ഡൗൺലോഡിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ആണ്. അപ്പോൾ ആ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു പ്ലാൻ എടുത്തിട്ട് ശേഷമാണ് നമ്മൾ സാധാരണ ഒരു നെറ്റ് ഏത് ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ എത്ര സ്പീഡിലെ നെറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്ലാൻ ചെയ്യുക. ഇതിനുശേഷം നമ്മൾ പ്ലാനൊക്കെ ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്തു. ഇതിനുശേഷം അവർ ഇൻ്റർനെറ്റ് പ്രൊവൈഡർ നമുക്കൊരു വൈഫൈ മോഡം വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരും. അപ്പോൾ ഈ വൈഫൈ മോഡം വയ്ക്കുന്ന സമയത്ത് നമ്മൾ അത് ഡ്യുവൽ ബാൻഡ് മോഡം ആവാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ചെറിയ ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ ചെറിയ കണക്ഷൻ ആണെങ്കിൽ തന്നെ നമുക്ക് ഡ്യുവൽ ബാൻഡ് മോഡം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. സാധാരണഗതിയിൽ നമുക്ക് 5 GHz അല്ലെങ്കിൽ 2.4 ഇപ്പോൾ ഡ്യുവൽ ബാൻഡ് മോഡം എന്ന് പറയുമ്പോൾ 2 ഫ്രീക്വൻസിയിൽ നമുക്ക് ഇൻ്റർനെറ്റ് അതിൽ വൈഫൈ സിഗ്നൽ കിട്ടും. അപ്പോൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2.4 GHz ഒട്ടുമിക്ക ഡിവൈസുകളും വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് റേഞ്ച് വളരെ കൂടുതലായിരിക്കും, പക്ഷേ നമുക്ക് സ്പീഡ് കുറവായിരിക്കും. പിന്നെ 5 GHz ഫ്രീക്വൻസി ഉണ്ട്. 5 GHz എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലായിരിക്കും, പക്ഷേ കുറച്ച് ലിമിറ്റഡ് ഏരിയയിലായിരിക്കും നമുക്ക് ആ ഫ്രീക്വൻസി ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ ഡ്യുവൽ ബാൻഡ് മോഡം ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ ഡ്യുവൽ ബാൻഡ് മോഡം ചൂസ് ചെയ്തു. ഡ്യുവൽ ബാൻഡ് മോഡം അപ്പോൾ ഇത് വെക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണഗതിയിൽ ഒരു ചെറിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് കിട്ടാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം. അതല്ല ഒരു അത്യാവശ്യം വലിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെൻട്രലൈസ്ഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ആ പോയിന്റിലോട്ട് മോഡം കിട്ടണമെന്നില്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ മോഡം വയ്ക്കും. പിന്നീട് നമ്മൾ അതിനെ എങ്ങനെ വീടിൻ്റെ എൻ്റയർ ഏരിയയിലോട്ട് അതിൻ്റെ സിഗ്നൽ എങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് ഈ ആക്സസ് പോയിൻ്റ് എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷൻ നമുക്ക് ആപ്ലിക്കബിൾ ആകുന്നത്. ഇപ്പോൾ ഡ്യുവൽ ബാൻഡ് മോഡമാണ്, അത്യാവശ്യം സ്പീഡുള്ള മോഡാണെങ്കിൽ തന്നെ നമുക്കതിൻ്റെ വീട്ടിലെ എല്ലാ ഏരിയയിലും അതിൻ്റെ സിഗ്നൽ എത്തുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രാക്ടിക്കലാണെന്ന് വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക്, അതായത് നമുക്കൊരു സെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ ഈ ഇൻ്റർനെറ്റ് പ്രൊവൈഡർ തരുന്ന മോഡ് അവിടെ ഉണ്ട്. അത് കൂടാതെ നമ്മൾ വൈഫൈ ആക്സസ് പോയിൻറ്റിൻ്റെ കേബിൾസ്, കാരണം ഈ വൈഫൈ ആക്സസ് പോയിൻറ്റ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതായത് കേബിൾ വലിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ നെറ്റിൻ്റെ സ്പേസ് ഇത് വേണ്ടത് അവിടെയൊക്കെ നമുക്ക് കേബിൾ ആദ്യം ലേ ചെയ്യേണ്ടി വരും. അത് വീടിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്താണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. നമുക്ക് കേബിൾ എല്ലാ സ്ഥലത്തോട്ടും ആവശ്യത്തിന് വലിച്ചിടാൻ പറ്റും. അപ്പോൾ നമ്മൾ കേബിൾ ലേ ചെയ്തതിന് ശേഷം ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് TP ലിങ്കിൻ്റെ ഒരു ഒമാഡ എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇതിന് നമുക്ക് നെറ്റ്വർക്ക് കേബിൾ മാത്രം മതി, വേറെ ഇലക്ട്രിസിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിന് ആവശ്യം വരുന്നില്ല. അപ്പോൾ ഡ്യുവൽ ബാൻഡ് മോഡം നമ്മുടെ വീട്ടിലോട്ട് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത സമയത്താണെങ്കിൽ നമുക്കത് നെറ്റ്വർക്ക് സഫീഷ്യൻ്റ് ആയിരിക്കത്തില്ല, അതിൻ്റെ സിഗ്നലും കാര്യങ്ങളും സഫീഷ്യൻ്റ് ആയിരിക്കില്ല. കാരണം വലിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചൺ അപ്ലയൻസിന് നെറ്റ് വേണ്ടി വരാം, അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ ഡിവൈസുകളുണ്ടാവാം, പിന്നെ ഓപ്പൺ ടെറസിലൊക്കെ നമുക്ക് ആവശ്യം വരാം. അപ്പോൾ എൻ്റയർ ഹൗസും നമുക്ക് വൈഫൈ സിഗ്നൽ കവറേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിന് വേറൊരു സൊല്യൂഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡറിൻ്റെ ഒരു മോഡം കൊണ്ട് നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സാധാരണഗതിയിൽ നമുക്ക് ഈ ഇത് വയ്ക്കാറുണ്ട്, വൈഫൈ എക്സ്റ്റെൻഡർ എന്ന് പറഞ്ഞാൽ സിഗ്നൽ ബൂസ്റ്റ് ചെയ്യുന്ന ഡിവൈസുകളൊക്കെ പലരും ഉപയോഗിക്കാറുണ്ട്. അത് വളരെ സിമ്പിളാണ്, പക്ഷേ നമുക്കത് ഈ ഒരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ ആ ഒരു സിഗ്നലിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ട് ഈ ഡിവൈസ് വെച്ചാൽ ആ സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഒത്തിരി ഡിവൈസുകൾ ആഡ് ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ അതിനുണ്ട്.
നമുക്കൊരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈഫൈ ആക്സസ് പോയിൻ്റ് എന്ന് പറഞ്ഞ ഡിവൈസുകളായിരിക്കും. കാരണം അതിനാണ് അതായത് നമുക്ക് പ്രൊവൈഡർ തരുന്ന അതേ സ്പീഡിൽ നമുക്ക് ആ ഒരു എല്ലായിടത്തും നമുക്ക് സിഗ്നൽ കറക്റ്റായിട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇനി വൈഫൈ ആക്സസ് പോയിൻ്റ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നെറ്റ്വർക്ക് പ്രൊവൈഡർ തന്ന മോഡത്തിൻ്റെ അടുത്തായിട്ട് നമുക്ക് വൈഫൈ റൗട്ടർ, അതായത് നമ്മുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു വൈഫൈ റൗട്ടർ ഇൻസ്റ്റാൾ ചെയ്യും. റൗട്ടറിനെ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ബാക്കി ആക്സസ് പോയിൻറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ എവിടേക്കാണ് നമുക്ക് വേണ്ടത്? കാരണം ഈ സിഗ്നലുകൾക്ക് ബാരിയറായിട്ട് വരുന്നത് നമ്മുടെ വീടിൻ്റെ വോൾസ്, അതൊക്കെ നമുക്കൊരു ബാരിയറായിട്ട് വരുന്നതാണ്. അങ്ങനെ സിഗ്നലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ബെഡ്റൂംസിൽ മസ്റ്റായിട്ടും നമ്മൾ ഇൻറ്റേർണൽ, അതായത് കേബിൾ വലിച്ച് തന്നെ നമ്മൾ നേരത്തെ തന്നെ, അതായത് വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്തോ ആ സമയത്തൊക്കെ നമുക്ക് കേബിൾ ലേ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് പോയിൻ്റ് വയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലായിടത്തും നമുക്ക് കിച്ചണിലോ അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ടെറസിൽ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത്, ഇപ്പോൾ ഹോം തിയേറ്ററൊക്കെ ഉള്ള വീടുകൾ, ഇപ്പോൾ അത്യാവശ്യം എല്ലാ വീട്ടിലും ഇപ്പോൾ ഹോം തിയേറ്റർ വരുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ആക്സസ് പോയിൻ്റ് എന്തായാലും യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വീട് പണിയണ സമയത്ത് തന്നെ കേബിൾ ലേ ചെയ്ത് വയ്ക്കുക. കേബിൾ ചെയ്ത് വെച്ചുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതിന് ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ല. കാരണം ഇത് പവർ ഓവർ എതർനെറ്റ് എന്ന് പറഞ്ഞാൽ PoE ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണ്. ഇതിപ്പോൾ സീലിംഗ് മൗണ്ടിൽ വെക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് സീലിങ്ങിലാണെങ്കിൽ കേബിൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ പവർ സപ്ലൈയുടെ ആവശ്യമില്ല. നേരെ സീലിങ്ങിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. പിന്നെ വോൾ മൗണ്ടായിട്ട് വരുന്ന മോഡൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊവൈഡർ തരുന്ന അതേ ഫ്രീക്വൻസിയിൽ അതേ സ്പീഡിൽ നമുക്ക് എൻ്റയർ ഹോമിൽ നമുക്ക് വൈഫൈ ആക്സസ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഈ ആക്സസ് പോയിൻറ്റുകൾ വർക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒറ്റ നെറ്റ്വർക്ക് ആയിരിക്കും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്ക് ആയിരിക്കും. അതായത് SSID എന്ന് പറയും. നമ്മൾ പലപ്പോഴും പ്രൊവൈഡറിൻ്റെ തരുന്ന SSID എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടല്ലോ. നമുക്ക് വൈഫൈയുടെ ഒരു പേരുണ്ടാവും, അതാണ് SSID എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പേര് സെയിം SSIDയിൽ തന്നെ നമുക്ക് എല്ലായിടത്തോട്ടും, കാരണം വർക്ക് ഫ്രം ഹോം ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് ഒരു പ്രശ്നമായി വരാറുണ്ട് പലപ്പോഴും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വൈഫൈ ആക്സസ് പോയിൻ്റ് എന്ന് പറഞ്ഞ ഡിവൈസ്. കൂടാതെ നമ്മൾ ഈ സെക്യൂരിറ്റി ആൻഡ് ഓട്ടോമേഷൻ ഡിവൈസുകൾ, ഇപ്പോൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസുകൾ എപ്പോഴും വൈഫൈ റിലേറ്റഡ് ആയിട്ട് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണ്. നമ്മൾ പല വീടുകളിൽ ഇപ്പോൾ പുതിയൊരു കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ടൊക്കെ ചെല്ലുന്ന സമയത്ത് എപ്പോഴും കസ്റ്റമർ പറയും വൈഫൈ, അതിപ്പോൾ വൈഫൈയുടെ സിഗ്നൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വൈഫൈ ഒരു പ്രൊവൈഡർ എടുത്താൽ പോരെ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ആ സമയത്ത് കിട്ടിയാൽ പോരെ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് വൈഫൈ ഞങ്ങൾ നേരത്തെ തന്നെ അത് കസ്റ്റമറുടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ആ വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വൈഫൈയുടെ എല്ലാ ഡിവൈസുകളും, ഇനി വരാൻ പോകുന്ന ഡിവൈസുകളെല്ലാം IoT ബേസ്ഡ് ഡിവൈസുകളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീട് പണിയുന്ന സമയത്ത് ഈ വൈഫൈ ആക്സസ് പോയിന്റിനുള്ള കേബിളും നമ്മൾ വലിച്ചിടേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളിനി നിങ്ങളുടെ വീട്ടിലേക്കോ ഓഫീസിലേക്കോ ഇതുപോലത്തെ ഒരു വൈഫൈ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഈ വിധ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡറെ സമീപിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഞങ്ങൾ ഇതുപോലുള്ള നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ റെസിഡൻഷ്യൽ ആണെന്നുണ്ടെങ്കിലും കൊമേഴ്ഷ്യൽ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കൂടാതെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ പുതിയ വീട് വയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.